ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ തലശ്ശേരി നാട്ടിലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു. ഞാൻ പെരുന്നാൾക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാർ എന്നോട് ആവശ്യപ്പെട്ടിന് ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി ഇടുമെന്ന് വെച്ചിട്ട്. പിന്നെ തലശ്ശേരി ബിരിയാണീൻ്റെ രുചി ഞാൻ പിന്നെ വേറെ തന്നെ എടുത്ത് പറയണമെന്നില്ലല്ലോ അല്ലേ. അത് പിന്നെ കഴിച്ചവർക്കല്ല അതിൻ്റെ രുചി അറിയാൻ. അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തത്. ചിക്കൻ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു വണ്ണത്തിലാണ് കട്ട് ചെയ്തെടുത്തത്. പിന്നെ ബിരിയാണിക്ക് കുറച്ച് വണ്ണത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നന്ന വണ്ണത്തിലല്ല, ഒരു മീഡിയം സൈസിൽ, നമ്മൾ കറിൻ്റെ പീസല്ല, കറിൻ്റെ പീസിനേക്കാളും കുറച്ച് വണ്ണത്തിൽ കട്ട് ചെയ്യാൻ നോക്കാം. പിന്നെ വേണ്ടത് ഉള്ളിയാണ്. ഞാനിവിടെ 4 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിന് വലിയ ഉള്ളിയാണെങ്കിൽ 3 മതി. ഞാനിപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള 4 ഉള്ളിയാണ് എടുത്തത്. അതിന് നമുക്ക് ഈ ഉള്ളി നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഉള്ളിയുടെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഞാനിവിടെ 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലും വലിയ തക്കാളി ആണെങ്കിൽ 3 തക്കാളി മതി. ഇനി തക്കാളി നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളി ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വണ്ണത്തിലുള്ള ഇഞ്ചി ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 18 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാൻ ഒരു 18 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതങ്ങനെ എരിവില്ലാത്ത പച്ചമുളകായതുകൊണ്ടാണ് ഞാൻ 18 എടുത്തത്. ഇനി നിങ്ങളുടെ കയ്യിൽ നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ കുറച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. എന്തായാലും ഒരു 15 പച്ചമുളകെങ്കിലും 1 കിലോ ബിരിയാണിക്ക് എടുക്കാൻ നോക്കാം. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ചതച്ചെടുക്കാം. പിന്നെ ചതച്ചെടുക്കുന്ന സമയത്ത് അരഞ്ഞു പോരുത്, പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുക്കരുത്. എന്നിട്ട് പിന്നെ നമ്മളെ ബിരിയാണീൻ്റെ മസാലയ്ക്ക് ഒരു കയ്പ്പ് രസമായിരിക്കും ഉണ്ടാകാൻ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഈ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാൻ ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം. ഓയിൽ ചൂടാൻ ശേഷം ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളി വാട്ടിയെടുക്കുന്ന സമയത്ത് അങ്ങനെ ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കേണ്ട, നല്ലോണം വാട്ടിയെടുത്താൽ മതി. ഉള്ളി ബ്രൗൺ കളറായാൽ പിന്നെ മസാലക്കൊരു മധുരത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകാൻ. അതുകൊണ്ട് നിങ്ങൾ ഉള്ളി നല്ലോണം വാട്ടിയെടുത്താൽ മതി. പിന്നെ ഞാൻ ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉള്ളി നമുക്ക് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിയുടെ നല്ലോണം വാടിയിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഉള്ളി വാട്ടിയെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 കൂടി ചതച്ചതും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമുളക് മാറുന്നതിനൊന്ന് വാട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ മുറിച്ച് വെച്ച തക്കാളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിക്കൊടുക്കാം. തക്കാളി നല്ലോണം വാടണേ. തക്കാളി നല്ലോണം വാടിക്കഴിഞ്ഞാലാണ് ബിരിയാണീൻ്റെ മസാലക്ക് ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഉള്ളിയും തക്കാളിയെല്ലാം നല്ലോണം ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല പൊടിയാണ്. ഞാനിവിടെ 3 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ സവാളയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിന്, അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ ചിക്കന് ഫുള്ളായിട്ടൊന്ന് വേകുന്നവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാനിതിൽ തീരെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. എന്തായാലും ഉള്ളിൽ നിന്ന് അതുപോലെ തന്നെ ചിക്കൻ നല്ല വെള്ളം ഇറങ്ങിക്കോളും. ചിക്കൻ വേകുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ചോറുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നേരിയരിയാണ് എടുത്തത്, അതായത് ബിരിയാണി അരി കേട്ടോ. നേരിയരി എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ കൈമാരി, ജീരകശാല അരി എന്ന് പറഞ്ഞാൽ ഒരുവിധം ആൾക്കൊന്നും മനസ്സിലാകുന്നില്ല. കുറേ ആളിങ്ങനെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്, ജീരകശാല അരി എന്ന് പറഞ്ഞാൽ തന്നാൽ കൈമാരി എന്ന് പറഞ്ഞാൽ തന്നല്ലോ. നമ്മുടെ നാട്ടിലെ സാധാരണ ബിരിയാണി അരിക്ക് നേരിയരി എന്നാന്ന് പറയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് 3 ഗ്ലാസ് അരി എടുത്തത്. ഈ ഒരു ഗ്ലാസ് നിറച്ചും തന്നെ അരി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ഉള്ളി നല്ല നേരിയതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ഉള്ളി പൊരിച്ചത് ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നെയ്യിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മളെ ചിക്കനിവിടെ ഏകദേശം പകുതി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അടിക്ക് പിടിച്ചു. അപ്പോൾ ഇത് അത്യാവശ്യം ഇതിൽ മസാലയിൽ ഇതാ വെള്ളം വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ തീരെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ വെള്ളം ഇറങ്ങിയതാണ് കേട്ടോ.
ഇനി നമുക്ക് ഈ അരി ഒന്ന് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. ഒരു 4-5 പ്രാവശ്യമെങ്കിലും നല്ലോണം കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വാർത്തിയെടുക്കാം. പിന്നെ ചില ആൾക്കാർ പറയലുണ്ട് ഈ നെയ്ച്ചോറെല്ലാം വെച്ച സമയത്ത് ഉറപ്പായി പോകുന്നല്ല, ചോറ് അത്ര സോഫ്റ്റായിട്ട് കിട്ടുന്നില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. ഒന്നിക്കൽ വെള്ളം കുറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ അരിൻ്റെ ഇതായിരിക്കും. അരി വേവുള്ള അരി ഉണ്ടാവും, പിന്നെ വേവ് കുറഞ്ഞ അരി ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഗ്ലാസ് അരി എടുക്കുന്നതാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളമല്ല നമ്മൾ സാധാരണ ഒഴിച്ചു കൊടുക്കൽ. അന്നേരം എന്താ ചെയ്യുക, 1.25 ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ 3 ഗ്ലാസ് അരിയല്ല എടുത്ത്, 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് കണക്ക്. പക്ഷേ ഞാനിതിൽ 5.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2 ഒഴിച്ചു കൊടുത്തിതാ, 3, 4, 4.5 ഗ്ലാസ് ആവുന്ന വെള്ളം ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഇനിയിപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി അധികം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചോറ് പശ പോലെ ആയ അങ്ങനെയൊന്നും ആവും ചെയ്യില്ല നമ്മൾ. പിന്നെ ഇതിപ്പോൾ ഞാൻ 3 ഗ്ലാസ് അരി എടുത്തുകൊണ്ടാണ് 5.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി നിങ്ങളെന്താ ചെയ്യുക, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അന്നേരം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോറ് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ മസാല ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പുളിനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു പുളിനാരങ്ങൻ്റെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു കൈ നിറയെ മല്ലിച്ചപ്പ് ചെറുതായിട്ട് മുറിച്ചതും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിച്ചപ്പ് മാത്രമാണ് ഇട്ട് കൊടുത്തത്, പുതിനച്ചപ്പ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല. പുതിനച്ചപ്പ് ഞാൻ ദം ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കും കേട്ടോ. പുതിനച്ചപ്പ് കൂടുതലിട്ടാൽ എനിക്ക് ചോറ് പെട്ടെന്നൊരു മടുപ്പായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ പുതിനച്ചപ്പ് മസാലയിൽ ഇട്ട് കൊടുക്കില്ല, ദം ചെയ്യുന്ന സമയത്ത് ലേശം ഇട്ട് കൊടുക്കാനാണ്. ഇനി നിങ്ങൾക്ക് ഇട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തേ കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ചോറ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് 2 സ്പൂണ് നിറച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു സ്പൂണ് നിറച്ചും തന്നെ ഞാൻ 6 kg ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും മിക്സ് ആക്കിയിട്ട് ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഉള്ളിയില്ലേ, അതിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിൽ അധികം ഒഴിച്ചു കൊടുത്തത്. ചോറ് വെക്കുന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2 ടേബിൾ സ്പൂണ്, ഈ ഒരു സ്പൂണല്ല, ടേബിൾ സ്പൂണിൻ്റെ കണക്കിൽ 2 ടേബിൾ സ്പൂണ് ഓയിലും പിന്നെ അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂണ് 6 kg ഒഴിച്ചു കൊടുത്താൽ മതി, 3 കപ്പ് അരി എടുക്കുന്നതാണെങ്കിൽ. ഇതിപ്പോൾ ഞാൻ ഉള്ളി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും 6 kg അധികം ഒഴിച്ചു കൊടുത്തതാണ്. നമുക്ക് ഈ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാം. ഞാൻ ഉള്ളി പൊരിച്ചെടുക്കുന്നത് ദം ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളി പൊരിച്ചെടുക്കുമ്പോൾ തീ കൂട്ടി കൊടുക്കരുത്, അന്നേരം പിന്നെ കരിഞ്ഞു പോയാൽ ആ ഒരു ക്രിസ്പി കിട്ടില്ല. ഉള്ളി പൊരിച്ച് നല്ലൊരു ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടണം. ഉള്ളി പൊരിച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ ഉള്ളി പൊരിച്ച ആ നെയ്യ് തന്നെയാണ് ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉള്ളി പൊരിച്ച നെയ്യ് തന്നെ ചോറ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് നെയ്യ് മാറ്റി വെച്ചിനെ, എന്നിട്ട് ബാക്കിയുള്ള നെയ്യിലാണ് ഞാനിപ്പോൾ ചോറുണ്ടാക്കുന്നത്. അപ്പോൾ ഈ നെയ്യിലേക്ക് ഞാൻ 2 കഷ്ണം പട്ടി, പിന്നെ 2 ഗ്രാമ്പു, 2 ഏലക്കായ ഇട്ട് കൊടുത്ത്, എന്നിട്ട് നീളത്തിന് മുറിച്ച ഉള്ളി ഇട്ടിട്ടൊന്ന് വാട്ടിക്കൊടുക്കാം. ഞാൻ ഒരു ഉള്ളിൻ്റെ പകുതി നീളത്തിന് മുറിച്ചാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ ഉള്ളി വാട്ടിക്കൊടുക്കുമ്പോൾ ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കണ്ട, അന്നേരം പിന്നെ ചോറിൻ്റെ കളറ് മാറിപ്പോവും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഉള്ളി വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുകി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചോറിന് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ളി പൊരിച്ചിട്ടില്ലേ, അപ്പോൾ ആ നെയ്യ് തന്നെ നമ്മൾ ചോറ് വെക്കുമ്പോൾ അന്ന് ചോറിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പുളിനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഈ ചോറൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് വെള്ളം വറ്റാനാകുന്ന സമയത്ത് ഇതിൻ്റെ മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ട, ഈ ഒരു ടൈമിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ, ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ ഈ ചോറൊന്ന് വേവിച്ചെടുക്കാം. നല്ല ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ചോറ് വേവിച്ചെടുക്കാൻ. എന്നിട്ട് ഒരു 2 പ്രാവശ്യം വീണ്ടും ഒന്ന് നമ്മൾ ചോറൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ചോറ് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളെ ചോറിട റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ആദ്യം തന്നെ നമ്മൾ മസാലയിൽ പകുതി ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മസാലയിൽ ആദ്യം തന്നെ പകുതി ചോറ് ഇട്ട് കൊടുക്കാം. ചോറിട്ടിട്ടൊന്ന് നിരപ്പായി കൊടുക്കാം. അപ്പോൾ ഞാനിത് പകുതി ചോറിട്ടിട്ട് ഇതുപോലെ നിരപ്പായി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളിയില്ല അത് ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനച്ചപ്പും മിക്സാക്കിയതും ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മുഴുവൻ ചോറ് നമുക്ക് എന്താക്കാം ഇതിൻ്റെ മേലെ ഇട്ടിട്ട് വീണ്ടും നിരപ്പാക്കി കൊടുക്കാം. എന്നിട്ട് ആദ്യം നമുക്ക് കുറച്ച് കളർ ഒഴിച്ച് കൊടുക്കാം, യെല്ലോ കളർ ഒഴിച്ച് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല, ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തതേ ഉള്ളൂ. ഞാൻ ഒഴിച്ച് കൊടുക്കൽ കുറവാണ്. എന്നിട്ട് ഇതിൻ്റെ മേലെ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം, പൊരിച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം, മല്ലിച്ചപ്പ് പുതിനച്ചപ്പ് മിക്സാക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ലോണം ഒന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് അമർത്തിയിട്ട് മൂടി കൊടുക്കുക. ആവി പുറത്തു പോകാത്ത രീതിയിലായിരിക്കും നമ്മൾ നല്ലോണം മൂടി കൊടുക്കേണ്ടത്. എന്നിട്ട് ഒരു 20 മിനിറ്റ് ചെറിയ തീയിൽ നമ്മൾ ദം ചെയ്യാൻ വേണ്ടി വെക്കുക. അടിയിൽ നിങ്ങൾക്ക് ഓട് വെച്ച് കൊടുക്കാം, ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല. 20 മിനിറ്റിന് ശേഷം നമ്മൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. അതിന് ശേഷം നമ്മൾ ദമ്മ വിളിക്കേണ്ടത്. നല്ലോണം ദമ്മായി കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ. നമുക്ക് ഈ ചോറ് മേലത്തെ ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം മസാല ഇതിൽ തന്നെ ഉണ്ട്. എന്നിട്ട് നമ്മൾ ചോറ് എന്താ ചെയ്യുക, ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. മസാല ഇല്ല, ചോറ് മാത്രമാണ് ഇത്. നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെങ്ങനെ വിളമ്പെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തലശ്ശേരി ബിരിയാണി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ചോറ് വേറെ മസാല വേറെ. ഇനി വിളമ്പാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ മസാല പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ ചോറ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കല്യാണ വീട്ടിൽ നിന്ന് വിളമ്പുന്ന രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഗസ്റ്റെല്ലാം വന്നാൽ വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ചോറ് വേറൊരു പാത്രത്തിൽ മസാല വേറൊരു പാത്രത്തിലാണ് വെച്ച് കൊടുക്കാൻ. ഇതിപ്പോൾ ഞാൻ കല്യാണ വീട്ടിൽ നിന്ന് എങ്ങനെ വിളമ്പുന്നതെന്ന് വെച്ചാൽ ആ ഒരു രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ്. തലശ്ശേരി ബിരിയാണി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ലോണം ദമ്മായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസെല്ലാം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്കത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.